മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കുന്നത്തുനാട്. 2020യുടെ NDA പ്രവേശനത്തോടെ സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധ പതിയുന്ന മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുന്നത്തുനാട്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്. ഇക്കുറി കുന്നത്തുനാട് NDAക്ക് സമ്മാനിക്കുമെന്ന ഉറപ്പിൽ തന്നെയാണ് ഇവിടുത്തെ 2020 സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ. തറ പറ്റിക്കാൻ തീ പാറുന്ന പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയാണ് കുന്നത്തുനാട്. ഇതുവരെ UDFും LDFും മാറി ഭരിച്ച കുന്നത്തുനാട് ഇക്കുറി NDA നേടും. സാബു ജേക്കബ് എന്ന വ്യവസായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പരീക്ഷണം തുടങ്ങിയ കുന്നത്തുനാടിൽ വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് ഇക്കുറി. ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലെ പരമ്പരാഗത കോൺഗ്രസ് CPM അനുഭാവികളെക്കുറിച്ച് നമുക്കറിയാം. അവരുടെ വലിയൊരു പങ്ക് വോട്ടുകൾ 2020ക്ക് കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ കിട്ടിയിരുന്നു. BJPക്ക് ഒപ്പം നിൽക്കുന്ന 2020ക്ക് അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. കഴിഞ്ഞ തവണ രണ്ടായി മത്സരിച്ച BJPയും 2020യും ഇക്കുറി ഒരുമിച്ചാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ അത് സംഭവിക്കും. കണക്ക് നോക്കിയാൽ കഴിഞ്ഞ തവണ BJPക്കും 2020ക്ക് കിട്ടിയ വോട്ടുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന 49,919 എത്തും. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ 283 വോട്ടുകളുടെ മേൽക്കായി 2020ക്കും BJPക്കുമായി കുന്നത്തുനാട്ടിലുണ്ട് എന്നത് തന്നെയാണ് NDAയുടെ വിജയസാധ്യത. 2020 എന്ന പുതിയൊരു പാർട്ടി NDAയിലേക്ക് വരികയും അവർക്ക് ധാരാളമായി സീറ്റുകൾ നൽകുകയും ചെയ്തിട്ടും NDA ഘടകകക്ഷിയായ BDJS അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു എന്നതാണ് ഇക്കുറി NDAയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി വിലയിരുത്തുന്നത്. കുന്നത്തുനാട് മണ്ഡലത്തിലും 2020യും BDJSും BJPയും തമ്മിലുള്ള ഇഴയടപ്പമാണ് ബാബു ദിവാകരന്റെ കുതിപ്പിന് അടിത്തറ ഒരുക്കുന്നത്. PV ശ്രീനിജനാണ് ഇവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയെങ്കിൽ സ്ഥിരം UDF സ്ഥാനാർത്ഥിയായ VP സജീന്ദ്രനാണ് ഇക്കുറിയും മത്സരിക്കുന്നത്. UDFന് വേണ്ടി VP സജീന്ദ്രൻ 2011ലും 2014ലും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കുന്നത്തുനാട്. എന്നാൽ 2021 2020 എന്ന സാബു ജേക്കബിന്റെ തിരഞ്ഞെടുപ്പ് ഗോദായിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നല്ലൊരു ശതമാനം വോട്ട് എടുക്കുകയും ചെയ്തതാണ് PV ശ്രീനിജന്റെ വിജയത്തിന് വഴിയൊരുക്കിയത്. 2021 2717 വോട്ടിനാണ് PV ശ്രീനിജൻ ജയിച്ചത്. ശ്രീനിജന്റെ വിജയത്തിൽ അന്ന് നിർണായകമായത് 2020 സ്ഥാനാർത്ഥിയായ ഡോക്ടർ സുജിത് P സുരേന്ദ്രൻ പിടിച്ച 41,890 വോട്ടുകളാണ്. എന്തായാലും കുന്നത്തുനാട് എന്ന് പറയുമ്പോൾ 2020യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ വളരെ ശക്തമായ ഒരു പ്രചരണം തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ല. ബാബു ദിവാകരൻ തന്നെ അവിടെ ജയിച്ച് കയറും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ 2020 മുന്നോട്ട് പോകുന്നത്. 2020ക്കും നമുക്കറിയാം, ഇതിനു മുൻപ് കിഴക്കമ്പലത്ത് നടന്ന ആ ഒരു ഉയർച്ച 2020 ഉണ്ടാക്കിയ ആ ഒരു പൾസ് അത് നമുക്ക് ജനങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെയാണ്. അതേ ചൂടോടും അതേ ഉശിരോടും കൂടി തന്നെയാണ് ഇത്തവണയും പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 തിളക്കമാർന്ന ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കും, തിളക്കമാർന്ന ഒരു നേട്ടം തന്നെ കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് 2020യുടെ അധികൃതരും 2020യുടെ നേതൃത്വവും അതുപോലെ തന്നെ 2020 സ്ഥാനാർത്ഥികളും. ഒരു മാറ്റം അത് 2020യിലൂടെയും കേരളത്തിലേക്ക് എത്തണം എന്ന പ്രതീക്ഷയിൽ തന്നെ വളരെ ശക്തമായി കരുത്തോടുകൂടി തന്നെയാണ് അവർ അവരുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിനെയാണ് മാറ്റേണ്ടത് എന്ന കൃത്യമായ ധാരണ 2020യുടെ ഓരോ സ്ഥാനാർത്ഥിക്കുമുണ്ട്. അവർ സെലിബ്രിറ്റി പരിവേഷമുള്ളവർ ഒരുപാട് പേർ 2020 സ്ഥാനാർത്ഥികളായി ഉണ്ട് എങ്കിൽ പോലും ആ സെലിബ്രിറ്റി പരിവേഷത്തിലല്ല ജനങ്ങൾ അവരുടെ കണ്ണഞ്ചിപ്പിക്കേണ്ടത് എന്നും ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആരെ കൊണ്ടാണ് ഈ നാട്ടിന് ഒരു നേട്ടമുണ്ടാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതിന് അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞു തന്നെയാണ് ഓരോ 2020 സ്ഥാനാർത്ഥിയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 2020ക്ക് വളരെ ശക്തമായ ഒരു ഉറപ്പ്, ശക്തമായ ഒരു നില കേരളത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.